നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാം നന്നായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പാർവതി. വിപിനെ ഞാനും ഒന്ന് ഉപദേശിക്കാം. ഇപ്പൊ നീ പോയി കിടക്ക്, ഞാനും മുറിയിലേക്ക് ചെല്ലട്ടെ. വിപിൻ സാറ്, സാറേ സാർ എന്നോട് ക്ഷമിക്കണം. നീ ആരാന്ന് വിചാരിച്ചു? ഒരു കള്ളക്കഥയുടെ ബലത്തില് എന്നെ കൊണ്ട് താലി കെട്ടിച്ചാലുടൻ ഞാൻ നിന്റെ ഭർത്താവാണെന്ന് വിചാരിച്ചോ? സാറേ, എനിക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ട്. നീ മിണ്ടിപ്പോരുത്. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടെന്ന് നീ എല്ലാവരോടും കള്ളം പറഞ്ഞു. എന്നെ കൊണ്ട് നിർബന്ധിച്ച് നീ താലി കെട്ടിച്ചു. നീ പറഞ്ഞ അപഖ്യാതിയുടെ പേരില് എന്റെ ഏട്ടൻ എന്നെ ആദ്യമായിട്ട് നീ ശകാരിച്ചു. എല്ലാവരുടെ മുമ്പില് ഞാൻ നാണം കെട്ടും. ഇത്രയൊക്കെ തേജോവധം ചെയ്തിട്ടും ഞാൻ എന്തിനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് നിനക്കറിയാമോ? അറിയോന്ന്? നിനക്കതറിയില്ല എങ്കി ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിന്റെ കഴുത്തില് താലി കെട്ടാൻ മടിച്ചിരുന്നെങ്കിൽ ഡോക്ടർ നിന്നെ പരിശോധിക്കും. ആ പരിശോധനയില് നീ ഗർഭിണിയല്ലെന്ന് കണ്ടെത്തും. എന്നെ കൊണ്ട് താലി കെട്ടിപ്പിക്കാൻ നീ നടത്തിയ നാടകമാണ് അതെന്ന് എല്ലാവരും മനസ്സിലാക്കും. അപ്പൊ നാണം കെടുന്നത് ആരാ? നീയല്ല. നീ കാരണം നാണം കെടുന്നത് നമ്മുടെ പാർവതി ആയിരിക്കും. പാർവതി എനിക്ക് ദൈവത്തിന് തുല്യ. അങ്ങനെ അത്രയ്ക്ക് പരിശുദ്ധയായ പാർവതിക്ക് ഇത്രയ്ക്ക് ക്രിമിനലായ സഹോദരിയാണെന്ന് ജനങ്ങളെ കൊണ്ട് ചോദിപ്പിക്കേണ്ടെന്ന് കരുതി മാത്രമാ എല്ലാ അപമാനവും സഹിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അല്ലതെ നിന്റെ ബ്ലാക്ക് മെയിലിന് പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ. സാറേ, സാറ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ഈ കഴുത്തി തൂങ്ങുന്ന താലി നിനക്കൊരു അലങ്കാരം മാത്രമായിരിക്കും. അങ്ങനെ കരുതിയാ മതി. അല്ലാതെ ഞാനും നീയും തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധമെന്ന് ഉറപ്പിക്കുന്ന മംഗല്യ സൂത്രം നല്ലത്. പറഞ്ഞത് മനസ്സിലായില്ലേ? താലി കെട്ടിയെന്ന് കരുതി നീ എന്റെ ഭാര്യ ആവില്ലെന്ന്. നമ്മള് തമ്മിലൊരു ലൈഫ് ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ എന്താ പല്ലവി, എന്തുപറ്റി? സമാധാനായല്ലോ? നിനക്ക് സമാധാനായല്ലോ? പല്ലവി
എന്റെ ജീവിതം തകർന്നു കാണണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്? പല്ലവി, നീ ദൈവത്തിന് നിരക്കാത്തൊന്നും പറയല്ലേ. ഞാനും വിപിൻ സാറും തമ്മിലുള്ള വിവാഹം നടന്നു കാണണമെന്ന് നിനക്ക് തീരെ താല്പര്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ നീ ഈ വിവാഹത്തെ എതിർത്ത് നിന്നത്? പല്ലവി, വിപിനെ വിവാഹം കഴിക്കാൻ നിനക്ക് എന്താണ് യോഗ്യത എന്ന് ഒരിക്കൽ ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു. അത് ശരിയാണ്. നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത വിപിന്റെ പുറകെ നീ വിവാഹ കാര്യം പറഞ്ഞ് നിരന്തരം ശല്യപ്പെടുത്തുന്നത് കണ്ടപ്പോഴാ ഞാൻ അങ്ങനെ ഒരു ചോദ്യം നിന്നോട് ചോദിച്ചത്. അത് എന്റെ അവിവേകമായിട്ട് കണ്ട് നീ എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ അന്ന് നിന്നെ ചോദ്യം ചെയ്തെങ്കിലും നിന്നെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും വിധി അതായിരുന്നില്ലല്ലോ. നിന്റെ വിവാഹം വിപിനുമായി തന്നെ നടന്നല്ലോ. വിവാഹം നടന്നു. അത് എന്റെ മിടുക്കൊണ്ട് ഞാൻ നടത്തിയെടുത്തു. പക്ഷെ ഇന്ത് കാര്യം നിന്റെ മനോഗതം പോലെ തന്നെ എന്റെ ജീവിതം പാഴായി പോയില്ലേ? പല്ലവി, ഇപ്പൊ എന്താ പറ്റിയേ? നിന്നെ ഞാനും ഗാർഗയും കൂടി സന്തോഷത്തോടെയല്ലേ മണിയറയിലോട്ട് കയറ്റി വിട്ടത്? പിന്നെ സന്തോഷം. എന്റെ ജീവിതം മുടിഞ്ഞു പോണേന്ന് മനസ്സെരിഞ്ഞുണ്ടാവും നീ എന്നെ മുറിയിലോട്ട് തള്ളിവിട്ടത്. മോളെ, ഇപ്പൊ എന്താ ഉണ്ടായത്? അതൊന്ന് പറയ പല്ലവി. നിങ്ങൾ തമ്മില് സ്വരച്ചേർച്ചയിൽ എത്തിയില്ലേ? എന്റെ സ്വരച്ചേർച്ച ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ എന്റെ കരണത്തടിച്ചിട്ട് വിപിൻ സാർ ഇറങ്ങിപ്പോയി. ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ലെന്ന വിപിൻ സാർ പറഞ്ഞത്. മോളെ, നീ വിഷമിക്കണ്ട. ഞാൻ ഇതിനോട് സംസാരിക്കാം. നീ സമാധാനായിട്ടിരിക്കുക. വേണ്ട, എന്റെ കാര്യത്തില് ഇനി നീ ഇടപെടണ്ട. പല്ലവി, എന്റെ ജീവിതം നന്നായി കാണുമെന്ന് ആഗ്രഹമില്ലല്ലോ. നീ എന്താ വിപിൻ സാറിനോട് സംസാരിക്കാൻ പോകുന്നേ? പല്ലവി, നിന്റെ ജീവിതം നശിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കോ? നീ എന്റെ കൂടപ്പിറപ്പല്ലേ? നമ്മള് ഒരേ ചോരയല്ലേ മോളെ? നിന്റെ നന്മയല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. നിന്റെ ഒരു പ്രസംഗം എനിക്ക് കേക്കണ്ട. ഞാൻ ഈ വീട്ടിലെ മരുമകളാകുന്നാല് ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചവളല്ലേ എന്റെ നന്മ ആഗ്രഹിക്കുന്നേ. മോളെ, എന്റെ മനസ്സ് എന്നോട് ഞാൻ എങ്ങനെയാ വെളിപ്പെടുത്തുന്നേ? അയ്യോ, അതിനൊന്നും നീ ബുദ്ധിമുട്ടണ്ട. അങ്ങോട്ട് പല്ലവി, നിക്ക്, ഞാനൊന്ന് പറയട്ടെ. അയ്യോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.